ഹൃദയം എനിക്കെന്തോ പുതിയ ജനറേഷനിൽ ഉള്ള ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടമാണ്. എനിക്കെന്തോ ഹൃദയം അമീർ ഖാനും പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യം കല്യാണം ഇപ്പം കഴിച്ച പെണ്ണായിട്ട് പിരിഞ്ഞു. അവളുടെ പേരെന്തായിരുന്നു? അല്ല, അമീർ ഖാൻ്റെ വൈഫിൻ്റെ പേര്. അല്ല, ഞാൻ ഇൻഫ്ലുവൻസേഴ്സിനോട് ചോദിക്കണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ചോദ്യമായിരുന്നു, എന്താ നിങ്ങൾ ആക്ച്വലി ഏത് രീതിയിലാണ് ബോളിവുഡ് മൂവീസിലേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ടോ? ഇവിടെ എല്ലാവരും അങ്ങോട്ട് പോവാണ്. ഇവിടെ ക്ലച്ച് പിടിച്ചിട്ടില്ല, അപ്പോഴാണ് ബോൾ. മലയാളത്തിലൊന്ന് വച്ച പിടിക്കട്ടെ. അജ്മലെ, നീ ഇവിടെ നടന്നത് വല്ലതും അറിഞ്ഞോ? നീ പറഞ്ഞൊരു കാര്യം കാരണം ഞാൻ വെള്ളം കുടിച്ചു പോയിരിക്കുക. കാരണം ഇതൊക്കെ മാധ്യമങ്ങൾ കാണുന്ന സാധനമാണ്. തല്ലിക്കോ, എനിക്ക് പ്രശ്നമില്ല. ഇറ്റ്സ് എ ഫൺ ടോപ്പിക്. അതെ അതെ അതെ, അതിനകത്തൊരു സീരിയസ് എലമെന്റ് ഒന്നും നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സം ആർ ഗോയിങ് നെഗറ്റീവ്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അതോ ഓട്ടോമാറ്റിക്കലി യുവർ ക്യാരക്ടർ ഈസ് ലൈക്ക് ദാറ്റ്? ഞാനൊരു ഇൻഫ്ലുവൻസർ ഒന്നല്ല. എന്തിനാ അഭി ഇവിടെ വിളിച്ചു വരുത്തുന്നത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറഞ്ഞോടാ എന്നെന്തിനാ വിളിച്ചു വരുത്തിയെന്ന്. ഞാൻ ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോവാട്ടോ. ഓ ഓ ഓ ഓ, അവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അജ്മൽ വന്നപ്പോൾ തൊട്ട് മൈക്ക് ഇതാന്ന് ചോദിക്കുകയാണ്. ഞാൻ കൊടുക്കില്ല എന്നാ പറഞ്ഞു. വീട് എവിടെയാടാ? അതെ, ഞാൻ അങ്ങോട്ട് പോവാം. മൈക്ക് എടുക്കണം, നമുക്ക് ചോദിക്കാം. അജ്മലെ ചോദിക്കണക്ക് മറുപടിയൊക്കെ പറയാം. അജ്മലെ ഇതെന്താ അവിടെ പോയി ഇങ്ങനെ ഇരുന്നോ? ഇതൊക്കെ ഫോം വിളിക്കുമ്പോൾ എന്നെ പേടിയാ. ഫൈസൽഖാനോട് ചോദിച്ചിട്ട് അങ്ങനെ എത്തിയത്. അപ്പോൾ നമ്മുടെ ക്ലാസ്മേറ്റ്സും ഹാപ്പി ഡേയ്സ് ഒക്കെ പോലത്തെ ഒരു കോളേജ് പടം എന്താണ് ചെയ്യാത്തത്? എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ആക്ച്വലി ക്യാമ്പസ്. കാരണം ഇപ്പൊ ഹൃദയം ഞാൻ അന്ന് ഏട്ടനോടും പറഞ്ഞിട്ടുണ്ട്, ഹൃദയം എനിക്കെന്തോ പുതിയ ജനറേഷനിൽ ഉള്ള ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടമാണ്. എനിക്കെന്തോ ഹൃദയം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ആ സമയത്ത്. അത് ഇഷ്ടപ്പെടാൻ എനിക്ക് കുറേ ക്ലീഷയും ക്രിഞ്ചൊക്കെ അന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് ഒന്ന് നേറ്റിവിറ്റി എന്നൊരു സാധനമുണ്ട്. ചെന്നൈ, വേറെ നാട്ടിൽ പോയിട്ട് കഥ പറയുന്നതിൻ്റെ. അപ്പം എനിക്ക് ഞാൻ ചെന്നൈയിൽ പഠിച്ചു വളർന്നതാണ്, ഞാൻ ക്യാമ്പസൊക്കെ അവിടെ ആയിരുന്നു. പക്ഷെ എന്നാൽ പോലും ഞാൻ അങ്ങനെ ഒരു ക്യാമ്പസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് നാട്ടിലത്തെ ക്യാമ്പസൊക്കെ എനിക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവും. അപ്പോൾ എനിക്ക് എൻ്റെ സമയത്തായിരുന്നു ക്ലാസ്മേറ്റ്സ്, ഹാപ്പി ഡേയ്സ്, ഇതൊക്കെ എനിക്ക് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് വർക്കായ സിനിമയാണ്. അപ്പോൾ എനിക്ക് ഹൃദയം വന്നപ്പോൾ, പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാരുടെ അടുത്ത് ഹൃദയം ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര നമ്മളെ തല്ലും, മനസ്സിലായില്ലേ? അപ്പം ചെയ്യണമെങ്കിൽ അജ്മല നമുക്ക് അതിന് ഇന്നത്തെ 18ഉം 20ഉം വയസ്സുള്ള കുട്ടികൾ സംസാരിക്കുന്ന അവരുടെ സംസാരം നമുക്ക് എങ്ങനെയാണെന്ന് അറിയണം. കാരണം നമ്മൾ ഒരുപാട് വർഷം, ഇപ്പം എനിക്ക് 36 വയസ്സായി. അപ്പം എനിക്ക് 18 വർഷം പുറകിലോട്ട് പോകണം. അല്ലെങ്കിൽ 18 വർഷം പുറകിലോട്ട് പോകുന്നതല്ല, ഈ 18 വയസ്സുള്ള പിള്ളേരുമായിട്ട് ഞാൻ ഒരിക്കലും ഇവരുടെ കൂടെ പോയി താമസിച്ച് ഇവരുടെ സംസാര രീതി, ഒരു കഥ ഉണ്ടാക്കുന്ന മാത്രം കാര്യമില്ല. അവരുമായിട്ടുള്ള സംസാരം, അവരുടെ കോൺവെർസേഷൻ എങ്ങനെയാണ്, അവരുടെ പ്രണയം എന്തെങ്ങനെയാണ്, അത് നമുക്കറിയില്ല. അവർ ഭയങ്കര പ്രോഗ്രസീവും ഭയങ്കര ഫോർവേഡുമാണ്. അവരുടെ പെർസ്പെക്റ്റീവേ വേറെയാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ റീസെർച്ച് ചെയ്യേണ്ടി വരിക ഇതുപോലത്തെ ക്യാമ്പസ് പടങ്ങളും ഇതുപോലത്തെ ആൾക്കാരെ പ്രത്യേകിച്ച് ടീനേജ് അഡോളസെൻ്റ് സമയത്തുള്ള ഇന്നത്തെ പ്രസൻറ്റിൽ കഥ പറയുകയാണെങ്കിൽ അതിനാണ് ഏറ്റവും കൂടുതൽ റീസെർച്ചും ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പും വേണ്ടത്. അതുകൊണ്ട് നമ്മളത് ചെയ്യണമെങ്കിൽ നമ്മൾ മെനക്കെട്ട് ആ ജനറേഷൻ, ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ശരിക്കും അവരുമായിട്ട് നമ്മൾ ഇടപഴകി കഴിഞ്ഞാൽ മാത്രമേ നടക്കുകയുള്ളൂ. ആഗ്രഹമുണ്ട്, കഥയുണ്ട്, പക്ഷേ എഗെയിൻ സ്ക്രീൻ പ്ലേയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ബ്ലോക്കുകളുണ്ട്. കാരണം നമുക്ക് പ്രണയം അറിഞ്ഞുകൂടാ കാരണം പ്രണയമൊക്കെ മറ്റേ ടിൻഡർ പ്രണയങ്ങളാണ്, മനസ്സിലായില്ലേ? ഫാസ്റ്റ് ഫോർവേഡ് പ്രണയങ്ങളാണ്. എനിക്കൊന്ന് അവരുടെ ഇടയിൽ ഇല്ലാത്തതും ഒരു ഇതാണ്. നമ്മുടെ ജനറേഷനിൽ ഉണ്ടായിരുന്ന ഒരു സാധനത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചാൽ, അത് ഞാൻ ഇതിലും ഭയങ്കര താഴെ കമൻറ്റ് വരുന്ന സാധനമാണ് കമ്മിറ്റ്മെൻറ്റ്. എഗെയിൻ, കാരണം ഇന്നൊരു പെൺകുട്ടി അല്ല ആൺകുട്ടി അവർക്ക് ഒരു സാധനം വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ അവരപ്പോൾ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോവും. പ്രണയമാണെങ്കിൽ പോലും അത് ഒരു രീതിയിൽ അത് നല്ലതാണ്. എന്തിനാണ് കടിച്ചു പിടിച്ചിരിക്കുന്നത് അല്ലേ? പക്ഷെ നമ്മളെ കാലത്തൊക്കെ എന്നാൽ പോലും കുറച്ചൊക്കെ സഹിച്ചും ക്ഷമിച്ചും പിടിച്ചൊക്കെ ഇരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ പെൺകുട്ടിയൊക്കെ അതൊന്നും വേണ്ട. അവർക്ക് പിള്ളേർക്കാണ്, ചെക്കന്മാർക്കാണെങ്കിലും അങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഭയങ്കരമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ആക്ച്വലി റിലേഷൻഷിപ്പിൽ കുറവാണെന്ന് നമുക്ക് തോന്നും. അപ്പം നമ്മൾ അങ്ങനെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ നമുക്ക് ഭയങ്കര റിസർച്ച് വേണം. അത് തന്നെ. അജ്മലിനോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അമീർ ഖാനും പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യം കല്യാണം ഇപ്പം കഴിച്ച പെണ്ണായിട്ട്
പിരിഞ്ഞു. അവളെ പേരെന്തായിരുന്നു? ഞാൻ അമീർ അല്ല, ഖാനെ അമീർ ഖാന്റെ ചോദിച്ചിട്ട് വൈഫിന്റെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? അമീർ ഖാനെ കിരൺ റാവ്, കിരൺ റാവ്. കിരൺ റാവു. ആ. അവരിപ്പം നല്ല സൗഹൃദമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു രണ്ടു കൂട്ടരും പിരിയാൻ വിചാരിച്ചാൽ സൗഹൃദത്തിൽ പിരിയാൻ പറ്റും. അതുപോലെ അതെനിക്കറിയില്ല, അവരോട് ചോദിക്കേണ്ടി വരും. വെക്ക് വെക്ക്. അപ്പോൾ നീയും ജുമാനയും കാനയും എന്നാ വേണ്ട, ഒനിഷ്ടല്ലേ പോട്ടെ. അല്ല അതൊന്നുമില്ല. എന്തായാലും അജ്മൽ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണ്. ആ അടിപൊളി. അതും കൂടെ ഞാൻ ഇവിടെ അനൗൺസ് ചെയ്യണം. ആ പിന്നെ അടിപൊളി. അത് പറയണ്ടേ? അത് പറ. കരാമലാണ് ബാക്ക്, ഇതിന്റെ ബാക്ക് കഹാനി കഫേയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് അടിപൊളി. മലബാർ ടിഫിൻ എന്ന് പറഞ്ഞിട്ട് ആണല്ലേ? തലശ്ശേരി ഫുഡാണ്. ആണോ? അതെ. ഓഹോ, അത് സലൂണ്. തൃശ്ശൂർക്കാരനായ നീ തലശ്ശേരി ഫുഡാണ് കൊടുക്കുന്നത്? അത് കുറച്ച് നാൾ മുമ്പ് തുടങ്ങിയതായിരുന്നു. ആണോ? തലശ്ശേരിയിലായിരുന്നു കല്യാണം കഴിച്ചത്. ആ ശരി ശരിയാ. അപ്പം അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണ്. അടിപൊളി. അപ്പം ഇനി ഇവിടെ വന്നാൽ ഇവിടെ തന്നെ പോയി കഴിക്കണമെന്നാണ് പറയുന്നത്. ഓ അല്ല, അജ്മൽ ഭയങ്കര നമ്മുടെ ഇന്നത്തെ വിഷയം അതായിരുന്നില്ലേ, ഇൻഫ്ലുവൻസേഴ്സ്. അതെ അതെ, അജ്മൽ ഭയങ്കര ഇൻഫ്ലുവൻസർ അത് അല്ലേ ഇവിടുത്തെ? ചോദിക്കണമെന്ന് പറഞ്ഞില്ല, ആ, ചോദിക്കും. അതെ. അല്ല, ഞാൻ അത് ചോദിക്കണം എന്നുള്ളത് ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഞാൻ ചോദിക്കണം. സത്യം പറഞ്ഞാല് അതങ്ങനെ അങ്ങോട്ട് ആയിപ്പോയി. പിന്നെ ഞാൻ മാറ്റാൻ നിന്നില്ല. അല്ല, ഞാൻ ഇൻഫ്ലുവൻസേഴ്സിനോട് ചോദിക്കണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ചോദ്യമായിരുന്നു, എന്താ നിങ്ങൾ ആക്ച്വലി ഏത് രീതിയിലാണ്? ഞാനും ആലോചിക്കാറുണ്ട് പലപ്പോഴും. അല്ല, അജ്മൽ ആക്ച്വലി കാരണം ഇന്നത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന തന്നെ ഡിജിറ്റൽ കണ്ടന്റ്. പോഡ്കാസ്റ്റേഴ്സ് ഉണ്ട്, ഇപ്പോൾ ബ്ലോഗേഴ്സ്, വ്ളോഗേഴ്സ്, അല്ലെങ്കിൽ യൂട്യൂബേഴ്സ്, ഇങ്ങനെ കുറേ കാറ്റഗറി ഉണ്ടല്ലോ. അതിൽ ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ ആക്ച്വലി അജ്മൽ ഫാഷൻ ഇൻഫ്ലുവൻസർ ആയിട്ടല്ലേ? അല്ലേ? അല്ലേ, ലൈഫ് സ്റ്റൈൽ അല്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ചില സാധനങ്ങൾ അപ്പം നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഈ പ്രോഡക്റ്റൊക്കെ, ചില സാധനങ്ങളൊക്കെ നിങ്ങൾ ബ്രാൻഡ് ചെയ്യാനൊക്കെ ചെയ്യുമ്പോൾ ഇത് ശരിക്കും നിങ്ങൾ ഉപയോഗിച്ച് ഉറപ്പ് വരുത്തി നല്ലതാന്ന് ഇതാക്കിയിട്ടാണോ ശരിക്കും ചില സാധനങ്ങളൊക്കെ നിങ്ങൾ ബ്രാൻഡ് ചെയ്യും? അങ്ങനെ ഉണ്ടാവില്ല. ആ, പേയ്മെന്റിന്റെ അനുസരിച്ചിരിക്കും. അതാ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. കാരണം ചിലവരൊക്കെ ഇത് മേക്കപ്പ് ഇതൊക്കെ ഇട്ടിട്ടേ നോക്കൂ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു ക്വാളിറ്റി ചെക്ക് നിങ്ങളെ ഭാഗത്തുനിന്ന് നിങ്ങളൊരു പ്രൊഡക്റ്റ് എൻഡോസ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവാറുണ്ടോ? ശരിക്കും പറഞ്ഞാല് ചില പ്രൊഡക്റ്റിന്റെ ഉണ്ടാവും. ഞാൻ എസ്പെഷ്യലി ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാറ്. നോക്കാറുണ്ട്. ഫേസ് പ്രൊഡക്ട്സ് അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. കാരണം അതെനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ സാധനം ചെയ്യാറില്ല. പിന്നെ നീ അഥവാ കുറെ കാശ് കിട്ടുകയാണെങ്കിൽ ഓക്കെ. അല്ല, കാരണം ഇവരെയൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്ന, അജ്മലിനെയൊക്കെ ഫോളോ ചെയ്യുന്ന നാട്ടിലൊക്കെ എത്രയോ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അവരൊക്കെ ഭയങ്കരമായിട്ട് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന കുറേ, ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ഫീമെയിൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കും ഇവരുടെ ഒരു റവന്യൂവിന് വേണ്ടി മാത്രമാണോ എല്ലാം. കാരണം ഇവരെയൊക്കെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് ആ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ അവരതിനെ കൃത്യമായിട്ട് ക്വാളിറ്റി ചെക്കൊക്കെ നടത്തിയിട്ടാണോ ഉപയോഗിക്കുന്നതെന്നൊക്കെ. പക്ഷെ നല്ല പ്രൊഡക്ട്സിന്റെ സംഭവങ്ങളുണ്ട്. ചില പ്രൊഡക്ട്സ് ഒക്കെ അവര് തന്നെ ഇങ്ങനെ മെയിൽ അയക്കും. മെയിൽ അയച്ചില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഫോം വിളിച്ച് ചോദിക്കും, പേയ്മെന്റ് ഇത്ര ഉണ്ട്, ബഡ്ജറ്റ് ഇത്ര ഉണ്ട് നോക്കിയപ്പോൾ ജസ്റ്റ് ഇടുന്ന. ഓക്കെ 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 ഓക്കെ, അല്ല കാര്യം മനസ്സിലായില്ലേ? ഇതാണ് അജ്മൽ. തുടങ്ങൂല്ലേ? ആ, എൻ്റെ പേര് അഫ്ഷാദ്. ഇപ്പൊ ഹബീബ് എന്നെ വിളിച്ച സമയത്ത് ഇങ്ങനെ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ഇന്റർവ്യൂ സെക്ഷൻ ഉണ്ട്, നമുക്ക് കൂടുതൽ എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ കാണാൻ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളാണ്. ഷൈൻ ടോം ചാക്കോ, ഒന്ന് ഷൈൻ ടോം ചാക്കോ, ഒന്ന് ധ്യാൻ ശ്രീനിവാസൻ. അപ്പം കാരണം നമ്മളെ ഇങ്ങനെ കണ്ടിരുന്നു പോവും, നമുക്കൊരു ബോറടിപ്പിക്കുക അങ്ങനത്തെ ഒരു സംഭവം ഇല്ല, രസകരമായിട്ട് തന്നെ ആ ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ പാരന്റ്സിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ, അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, എന്റെ ഇതിൽ ഇങ്ങനെ ആലോചിക്കായിരുന്നു, അപ്പൊ ഞാനായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കിണ്ടാവും. എന്നെ പുറത്താക്കൂല, പുറത്താക്കിയിട്ടുണ്ടാവും. അത് തന്നെ ആക്കി. ഓക്കെ, അപ്പം ഇനി ഏതെങ്കിലും ഈ ബോളിവുഡ് മൂവീസിലേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ടോ? എല്ലാരും അങ്ങോട്ട് പോവാണ്. ഇവിടെ ക്ലച്ച് പിടിച്ചിട്ടില്ല, അപ്പോഴാണ് ബോൾ. മലയാളത്തിലൊന്ന് വച്ച പിടിക്കട്ടെ. ബോളിവുഡ് ഒന്നുമില്ല, അന്ന് ദുബായ് വരെയെങ്കിലും എത്തിയാൽ മതി എനിക്കെന്നുള്ള. ഇവിടം വരെ എത്തി, ഇനി ഞാൻ സന്തുഷ്ടനാ. എടാ, ബോളിവുഡ് എന്നൊക്കെ പറഞ്ഞത് ബേസിൽ ബോളിവുഡിൽ സിനിമ ചെയ്യാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ബോളിവുഡ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി ഒന്നുമില്ല, ഇപ്പോൾ വൺ സിംഗിൾ ഇൻഡസ്ട്രി ആയി മാറി ആക്ച്വലി സിനിമ എന്ന് പറയുമ്പോൾ തന്നെ. കാരണം ഇപ്പോൾ ആ ബാരിയേഴ്സൊക്കെ പോയി,
കാരണം ഇവിടെ ഇപ്പോൾ രാജുവേട്ടൻ പൃഥ്വിരാജ് സലാർ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കുന്നു, ലാൽ സാറ് ഇപ്പം ജയിലറിൽ അഭിനയിക്കുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് ആക്ടേഴ്സ് ലാംഗ്വേജ് ബാരിയർ ഒന്നും ഇല്ലാതെ വേറെ ഭാഷകളിലൊക്കെ പോയി അഭിനയിക്കുക. ഫഹദ് അഭിനയിക്കുന്നു, ആക്ടേഴ്സൊക്കെ ഇപ്പം ഡയറക്ടേഴ്സ് പോകുന്നുണ്ട്, ഇപ്പം ബേസിൽ പോകുന്നു. എനിക്ക് തോന്നുന്നു റോഷൻ ആൻഡ്രൂസ് ഷാഹിദ് കപൂറിനെ വെച്ചിട്ട് മുംബൈ പോലീസിൻ്റെ റീമേക്ക് ചെയ്യുന്നു. ചേട്ടന് എനിക്കിപ്പോൾ 1-2 തമിഴ് ഡയറക്ഷൻ ചെയ്യാൻ ഓഫേഴ്സ് വന്നിരുന്നു തമിഴിൽ. അതൊക്കെ അഭിനയം ഇത് കാരണം അപ്പം ഓഫേഴ്സും പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ആദ്യം നമ്മളെ നാട്ടിലൊരു ഒരു ബേസ് ഒന്ന് ഉറപ്പിച്ചിട്ട് നമ്മൾ അടുത്ത ഇൻഡസ്ട്രീനെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ എന്നുള്ളതാണ്. നമ്മളെ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ വീഡിയോസുകൾ ഈ ആർട്ടിസ്റ്റുകൾ ലൈക്ക് കാണാറുണ്ടോ? അവരിങ്ങനെ ഈ റീൽസ് പോലെ ഞാൻ കാണാറുണ്ട് ഒരു വിധം. ഞാൻ വെച്ചാൽ ഞാൻ അധികം ഇൻസ്റ്റ യൂസ് ചെയ്യുന്ന ആളല്ല. ഞാൻ വല്ലപ്പോഴും ഞാൻ ഇടക്ക് സമയം കൊല്ലുക എന്നുള്ള രീതിയിൽ ഞാൻ അത് ഇടക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്യലും പിന്നെ ഇടക്ക് നോക്കലും പരിപാടിയൊക്കെയാണ്. ഞാൻ അജ്മലിൻ്റെ സാധനമൊക്കെ കണ്ടിട്ടുണ്ട് കുറേ. എനിക്ക് അജ്മലിൻ്റെയും കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് ദുബായിൽ ഞാൻ അജ്മലിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ. എനിക്ക് ബാക്കിയുള്ള ആൾക്കാരൊന്നും എനിക്ക് വലിയ പിടിയില്ല. നിന്നെ തീരെ പിടിയില്ല. ഇനി ശ്രദ്ധിച്ചാ മതി. അല്ല പിന്നെ CCL ഈ കളിക്കുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ ഉഷാറില്ലേ? ഏത് ഈ ഞാൻ CCL അല്ല എന്നെ CCL അല്ലേ? എടാ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ അല്ല അത് വലിയ വെച്ചാൽ ഈ കളിക്കുന്ന നമ്മൾ എനിക്ക് കാലിന് ചെറിയ ഇഞ്ചുറി ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ സ്കൂളിലൊക്കെ ഞാൻ കളിച്ചിരുന്നൊക്കെ. ഞാൻ സ്കൂളിൽ അത്യാവശ്യം ക്രിക്കറ്റും ഷട്ടിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന. പക്ഷേ ഇപ്പോൾ ഒരു ഫിറ്റ്നസ് ലെവൽ ഞാൻ ലവ് ആക്ഷൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ചെറിയൊരു അപ്പോൾ ഒന്ന് ഫിറ്റ്നസ് വർക്കൗട്ടൊക്കെ നിർത്തിയതാണ് 2018-19. അപ്പോൾ ആ സമയത്ത് വണ്ണം കൂടിയപ്പോൾ കാലിന് 2 സമയത്ത് പടത്തിലൊക്കെ ചെയ്യുമ്പോൾ ഇഞ്ചുറി വന്നു. അപ്പോൾ അതിനുശേഷം വർക്കൗട്ട് ചെയ്യാൻ തന്നെ ഇപ്പം ഞാൻ ചേട്ടൻ്റെ പടത്തിന് വർഷങ്ങൾക്ക് ശേഷത്തിന് വേണ്ടി ഒരു 10-20 കിലോ കുറച്ചു. ആ പടത്തിൻ്റെ സമയത്ത് എന്ന് വെച്ചാൽ ചെറിയൊരു അന്ന് ആ 2 മാസത്തിനുള്ളിൽ കുറച്ച് ആ സിനിമയ്ക്ക് വേണ്ടി മാത്രം. അതിനുശേഷം പിന്നെ ഇപ്പം തിരിച്ച് പിന്നെയും വണ്ണം വെച്ച് തുടങ്ങി. അപ്പോൾ അല്ലാതെ ഞാൻ ഭയങ്കര ഒരു ഫിറ്റ്നസ് ഫോളോ ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടീസ് ഒന്നും ഇല്ലെങ്കിൽ ഈ കളിയൊക്കെ കളിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നീയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. താങ്ക് യു. എല്ലാവരും എന്താണ് സൈലൻ്റ് ആയിട്ടിരിക്കണമെന്ന് അറിയില്ല. മുന്തീറിന് ഒത്തിരി ചോദിക്കാണെന്ന് എനിക്കറിയാം. മുന്തീറാണല്ലോ. ഞാൻ മുന്തീറിലേക്കൊന്ന് പോയിട്ട് വീണ്ടും ഇങ്ങനെ കയറി വരും ഞാൻ. അല്ല മുന്തീർ അന്നൊക്കെ കണ്ടന്റ് തന്നെ എനിക്ക്. മുന്തീറൊന്ന് എഴുതിയിട്ട് അവിടെ ഒന്ന് കാണണമല്ലോ, ഞാനൊന്ന് കാണണമല്ലോ. ഇങ്ങോട്ടേക്ക് ഇതാണ്ടോ? ഹായ് 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 ഹായ്. ധ്യാൻ ശ്രീനിവാസൻ. അതെ. അച്ഛൻ അമ്മ എന്നുള്ളത് ശരിക്കൊരു പൈതൃകമാണ്. അതെ. നമുക്ക് ഭൂമിയിൽ കിട്ടാവുന്ന അതെ ഏറ്റവും വലിയ പൈതൃകമാണ്. അതെ. ധ്യാന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് നേരത്തെ പറയുന്ന കേട്ടു. എനിക്ക് ഒരു ചോദ്യവും ഒരു ഉത്തരവേ ഉള്ളൂ. ഞാൻ ചോദിക്കാൻ പോകുന്നതിന് താങ്കൾ ഉത്തരം പറയാ. നേരത്തെ താങ്കൾ പറഞ്ഞൊരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും. അല്ല, ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം പറയുമ്പോൾ അതും കൂടെ പറയണല്ലോ. അപ്പൊ ചോദ്യത്തിലേക്ക്, അച്ഛനെ കുറിച്ച് ആ ഒരു ഇന്റർവ്യൂവിൽ ഒരുപാട് പറഞ്ഞു. ശരിക്ക് ഗൾഫ് മലയാളിക്ക് താങ്കളുടെ അച്ഛൻ ഒരു ഐക്കണാണ്. ഗൾഫ് മലയാളികൾക്കില്ല, കേരളത്തിൽ ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും ആണ്. പക്ഷേ ലൈക്ക് ദാസനും വിജയനും തുടങ്ങി ഒരുപാട് കഥാപാത്രങ്ങൾ ഗൾഫ് റിലേറ്റഡ് ചെയ്ത സിനിമകളാണ്. ഗൾഫ് റിലേറ്റഡ് ചെയ്ത ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? അച്ഛൻ ഇപ്പം കുറച്ച് വയ്യാതിരിക്കുക. ഡയാലിസിസ് ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ യാത്ര ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടൊരു ആഴ്ചയിൽ 2 ദിവസം ഡയാലിസിസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ ഒരു ഫിസിക്കലി അത്ര ഫിറ്റ് അല്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇപ്പൊ ഇത്രയും നേരം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ നിങ്ങളോട് ചോദിക്കും അച്ഛൻ എങ്ങനെയുണ്ടെന്ന്. അമ്മ എന്ന സംഘടനകളിൽ താങ്കൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ? ഉണ്ട്. അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരുപാട് ആളുകൾ സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനെ കുറിച്ച് അന്വേഷിക്കുന്നു. അയാളൊരു സിനിമാക്കാരനായത് കൊണ്ടാണ്, അല്ല അതിലപ്പുറം എൻ്റെ അച്ഛനായത് കൊണ്ടാണ്. ചാളമേരി എന്നൊരു കഥാപാത്രം അറിയോ? അറിയാം. മറ്റേ നമ്മുടെ പുള്ളിക്കാരുടെ പേരെന്നായിരുന്നു? പുള്ളിയുടെ പേരത് തന്നെയല്ലേ? ഈ അമ്മ സംഘടന ശരിക്ക് സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്നതാണോ, അല്ലെങ്കിൽ
ഞാൻ ചോദ്യത്തിലേക്ക് വരാം. വർഷത്തിൽ 2 or 3 പ്രാവശ്യം താരങ്ങളുടെ ഡ്രസ്സിന്റെ പദവി കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന മീറ്റിംഗ് ആണോ എന്ന് ചിലപ്പോഴെങ്കിലും ജനങ്ങൾക്ക് സംശയം ഉണ്ടാവും. അതിന് കാരണം എന്താ വെച്ചാല് മോളി ചേച്ചി ഈ അടുത്ത് തീരെ വയ്യാണ്ടായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ തുറന്നു പറയാണ് എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന്. അവസാനം ലൈക്ക് സാമൂഹിക പ്രവർത്തകനായ ഫിറോസ് കുന്നംപറമ്പിലാണ് അവരെ കൈപിടിച്ചു ഉയർത്തുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിലാണ് അമ്മ എന്ന മലയാളത്തിൽ നേരത്തെ പറഞ്ഞ സിനിമാക്കാരുടെ മുഴുവൻ സംഘടന ഉണ്ടായിട്ട് തങ്ങളിൽപ്പെട്ട 1 or 2 സിനിമയല്ല, ഒരു പറ്റം സിനിമകൾ മലയാളക്കരയ്ക്ക് സമ്മാനിച്ച അത്രയും വലിയൊരു ആർട്ടിസ്റ്റിന് ഇങ്ങനെ ഒരു ഗതികേട് വരേണ്ട അവസ്ഥയിൽ ചികിത്സിക്കാൻ പോലും അമ്മ എന്ന സംഘടനയ്ക്ക് കേൾപ്പില്ലേ? കേൾപ്പുണ്ട്. എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അന്ന് മലയാള സിനിമയിൽ ആണുങ്ങളായിട്ട് ആരുണ്ടായില്ലേ? ഉണ്ടായി കാണും, ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടാവും. അതിന് ശേഷമായിരിക്കും സ്വാഭാവികമായിട്ടും. കാരണം ഇതെല്ലാവരും എനിക്ക് തോന്നുന്നത്, ഞാൻ മെമ്പറായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം മെമ്പറായത്. ഞാനൊരു 10 വർഷത്തിനിടയിൽ ഈ കഴിഞ്ഞ വർഷം ഒരു 9 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫെഫ്കയിൽ മെമ്പറാണ്, ഡയറക്ടേഴ്സ് യൂണിയനിൽ. ഞാൻ ഫെഫ്കയിൽ മെമ്പറായതിനു ശേഷമാണ് അമ്മയിൽ മെമ്പറാവുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മ എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി ഇവർ ചാരിറ്റി ഫൗണ്ടേഷൻ പോലെ, ചാരിറ്റി ട്രസ്റ്റ് പോലെയാണ് അവരതിനെ കെയർ ചെയ്യുന്നത്. ബിക്കോസ് നമ്മളിപ്പോൾ ഏകദേശം 2 ലക്ഷം രൂപയോളം മെമ്പർഷിപ്പ് പൈസ കൊടുക്കുന്നുണ്ട്. അവിടെ തന്നെയാണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി. അതെ, എനിക്കറിയാവുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സംഘടന എന്ന് പറയുന്നത് ബേസിക്കലി മെയിനായിട്ട് ജനറൽ സെക്രട്ടറി, ഇപ്പം നമ്മളൊക്കെ മെമ്പേഴ്സ് മാത്രമാണ്. ഇതിൻ്റെ തീരുമാനം എടുക്കുന്ന ഒരു കോർ കമ്മിറ്റി അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള സഹായങ്ങളും സാധനങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും. എന്നുവെച്ചാൽ ഒരു 10 എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാവും, അതിലൊരു 10-11 മെമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ ജനറൽ സെക്രട്ടറി, ട്രഷറർ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ബാക്കിയുള്ള അവശ്യ കലാകാരന്മാർക്ക് കുറേ പേർക്ക്, എൻ്റെ അറിവിൽ എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരുപാട് പേർക്ക് അമ്മ ചെയ്യുന്ന സൽപ്രവർത്തികളെക്കുറിച്ച് എനിക്കറിയാം. ബിക്കോസ് അത് ഞാൻ ബാബുവേട്ടനുമായിട്ട് അത്യാവശ്യം ബന്ധമുള്ള ആളുമായതുകൊണ്ടും കാരണം ഞാൻ ബാബുവേട്ടനോട് ചോദിച്ചിട്ടുണ്ട് ഈ പൈസയൊക്കെ ആക്ച്വലി ഇവരെന്താണ്. കാരണം ഓരോ മെമ്പേഴ്സ് ഏകദേശം 450 മെമ്പേഴ്സുള്ള ഒരു ഇതിനകത്തുനിന്ന് ഈ പൈസയൊക്കെ എന്താണ് ചെയ്യുന്നത്. കാരണം നമ്മൾ 2 ലക്ഷം രൂപ കൊടുത്ത് പോകുന്നു. അപ്പോൾ എല്ലാ മാസവും ആക്ച്വലി ഇവർ കൃത്യമായിട്ട് പലർക്കും, അതിക്കൊക്കെ അറിയാലോ, കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാം അടിച്ച് അധിക്ഷേപിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നതാണ് അറിഞ്ഞത് വൈകിയായിരിക്കാം. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഇതിപ്പോഴും നമ്മളിപ്പോൾ ഇതൊക്കെ പലരും മോളി ചേച്ചിയുടെ കാര്യം മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് പേര്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം TP മാധവൻ, പുള്ളി വയ്യായിക, പുള്ളി ഒരു റെസ്റ്റ് ഇവിടെ ഒരു ഇതിനകത്ത്, അപ്പോൾ പുള്ളീനെ കാണാൻ ലാൽ സാറ് വരണമെന്ന് പറഞ്ഞു. എനിക്ക് ഗണേഷ് ഏട്ടൻ പോയി കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം സംഭവിച്ചത് നമുക്കറിയില്ലല്ലോ. കാരണം ഇവരെപ്പോഴാണ് ഇത് അറിഞ്ഞത് അതും നമുക്കറിയില്ല. കാരണം ചിലപ്പോൾ ഇവർ കാരണം പലരും പോയി പറയാനോ സഹായം ചോദിക്കാനൊന്നും പോയിട്ടുണ്ടാവില്ല ചിലപ്പോൾ. പക്ഷെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ അറിവിൽ അതിനുശേഷം എന്താണെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സഹായം തീർച്ചയായിട്ടും പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ബിക്കോസ് അതിന് ശേഷം ഉള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ നേരത്തെ പോലെ അറിഞ്ഞിട്ടൊരിക്കലും ഇങ്ങനെ കാരണം ഒരുപാട് സിനിമ ചെയ്ത സ്ത്രീയാണ് അവർ നമ്മൾ മലയാള സിനിമയിൽ. അപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് മാത്രം, അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് അവരോട് മാത്രം ഒരു വിരോധമോ വിദ്വേഷമോ ഒന്നും ഉണ്ടാവാനുള്ള കാരണമില്ലല്ലോ. സോ അറിഞ്ഞ ശേഷം എന്താണെങ്കിലും എനിക്ക് കാരണം അറിയില്ല. ബിക്കോസ് ഞാൻ ഈ 400-450 ആൾ ഒരു മെമ്പർ മാത്രം. ഈ കോർ കമ്മിറ്റിയാണ് ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നതും. ഇതൊക്കെ ഞാൻ അറിഞ്ഞത് തന്നെ ഇപ്പം ബ്രദർ പറയുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നതെന്ന് ഞാൻ അറിയുന്നത് ആക്ച്വലി. അപ്പം തീർച്ചയായിട്ടും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും അതിനുശേഷം എന്തായാലും സഹായം ചെയ്തിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇക്കൊക്കെ അതിനെക്കുറിച്ച് അറിയായിരിക്കും കൂടുതൽ. ചെയ്തിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട് മോളി ചേച്ചിയെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, അതിന് മുമ്പ് വാർത്തയ്ക്ക് മുമ്പ് മോളി ചേച്ചി ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇതില് ബാബു ചേട്ടനായിട്ട് 1-2 ആളുകളുടെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ കൃത്യമായ ഒരു ഉത്തരമോ അല്ലെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞ് വൈമാറുകയാണ്. ഈ ഒരു സംഭവം ലൈക്ക് അനീഫ്കയുടെ വൈഫ്, കൊച്ചിൻ അനീഫ്കയുടെ വൈഫ് ഈ അടുത്ത് തന്നെ കുറച്ച് മുമ്പ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ സിനിമയിൽ ഒരു പ്രാവശ്യം അഭിനയിച്ചാൽ അവരെ സംബന്ധിച്ച് പിന്നീട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ടൊരു മറ്റൊരു തൊഴിൽ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാഠിന്യമുള്ള കാര്യമാണ്. കാരണം ഒരു സിനിമാക്കാരനായി പിന്നെ അയാളെ സിനിമയാണ് ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കുടുംബം കൂടെ ഭദ്രമാക്കേണ്ട കടമ ഈ അമ്മ എന്ന സംഘടനയ്ക്ക് ഉണ്ട്. എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ, താങ്കൾക്ക് പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത്
പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് അല്ല ഞാൻ പറയണ്ടല്ലോ, ഇപ്പൊ ബ്രദർ ഇപ്പൊ ഇത് പറഞ്ഞില്ലേ, അതിൽ ഈ ഇന്റർവ്യൂ പകുതി മുക്കാൽ ആൾക്കാരും കാണുന്നതാ. അപ്പൊ എന്തായാലും അവര് മനസ്സിലാക്കേണ്ടതാണ്, അവര് തീർച്ചയായിട്ടും മനസ്സിലാക്കി. ഇനി എൻ്റെ ഉത്തരം, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. ഞാൻ അങ്ങനെ അല്ലല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഐ മീൻ അത് മറ്റേ അജ്മൽ പോയോ? ഓക്കെ. ഒന്ന്, ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഏത് ഇൻഫ്ലുവൻസർക്കും സിനിമാക്കാരനൊരു പദവി നിങ്ങൾ അഭിനയിക്കുന്നതിലൂടെ കിട്ടുന്നതാണ്. ഇൻഫ്ലുവൻസർക്ക് ഒരു പദവി എന്ന് പറയുന്നത് പട്ടകമൊന്നുമല്ല. അതെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എന്താണ് ഇൻഫ്ലുവൻസർ, നിങ്ങൾ നേരത്തെ ചോദിച്ചു. നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ഒരാളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൊമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ ഏത് തരത്തിലായിട്ടും ഒരാളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളാണ് ശരിക്കും ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. UAE എങ്ങനെ ഇൻഫ്ലുവൻസർ ആവാം? സിമ്പിളാണ്. നിർബന്ധമായിട്ട് ലൈസൻസ് ഉണ്ടായിരിക്കണം. 2, ഇവിടെ വന്ന് പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇവിടത്തെ ഗവൺമെന്റിന് അപ്രൂവ് അല്ലാത്ത ഒരു സാധനവും എനിക്ക് തോന്നുന്ന ഒരു ഇൻഫ്ലുവൻസറും പുറത്തേക്ക് എത്തിച്ചാൽ അത് ലക്ഷക്കണക്കിന് രൂപ ഫൈനാണ്. അപ്പോൾ ഇൻഫ്ലുവൻസറെ സംബന്ധിച്ച് സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളൊരു സാധനം നിലനിൽക്കുന്നു. 2, ഇവിടുത്തെ ഗവൺമെന്റിനെ പറ്റിച്ചുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്താൽ അത് ഇൻഫ്ലുവൻസർക്ക് പണി കിട്ടുന്നതാണ്. സോ വളരെ സിമ്പിൾ ഉത്തരാണ്. ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഈ രാജ്യത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ആളാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അന്ന് എനിക്കിതൊക്കെ അറിയാം. അല്ല, നേരത്തെ താങ്കൾ പറഞ്ഞു. ഞാൻ അജ്മലിനോട് ചോദിച്ച ചോദ്യം, അല്ല, നിങ്ങൾ താങ്കൾ നേരത്തെ തുടങ്ങിയ സമയത്ത് ബ്രദർ പറയുമ്പോൾ ഞാൻ ഫുള്ള് കേട്ടു പറയാം. കേട്ടില്ലേ? ഞാൻ ചോദിച്ചത്, നിങ്ങളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ, നിങ്ങളൊരു എൻഡോസ് ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണോ, അതിൻ്റെ ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ടാണോ നിങ്ങൾ? ഇതാണ് ഞാൻ ചോദിച്ചത്. കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിരുന്നത് അജ്മലാണ്. അതുകൊണ്ടാണ് ഞാൻ അജ്മലിനെ കോർ ചെയ്ത് പറഞ്ഞത്. അപ്പൊ എൻ്റെ ചോദ്യം എന്താണ് ഇൻഫ്ലുവൻസർ എന്ന് എനിക്ക് ബ്രദർ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എനിക്ക് കൃത്യമായിട്ട് ഇൻഫ്ലുവൻസർ എന്താന്നുള്ളത് എനിക്ക് നിങ്ങളത്ര തന്നെ എനിക്ക് അറിവുണ്ട്. ഇൻഫ്ലുവൻസർ എന്താന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അപ്പോൾ എനിക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ളത്. ഞാനിവിടെ ഒരു ക്ലാസ്സിനോ സെഷനോ ഇരിക്കുകയല്ല. ഞാൻ ഗസ്റ്റായിട്ട് വന്ന പരിപാടിക്ക് നിങ്ങളിവിടെ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. എനിക്ക് നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് എന്താണ് പഠിപ്പിച്ചു തരേണ്ട യാതൊരു കാര്യം ഇവിടെ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ അജ്മലിനോട് ചോദിക്കും, അജ്മൽ എന്താണ് ഈ ഇൻഫ്ലുവൻസർ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അജ്മൽ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ കാര്യം, ഈ നിങ്ങളൊരു പ്രൊഡക്റ്റോ സാധനമോ എൻഡോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണോ? അത് ഞാൻ അജ്മലിനോട് ചോദിച്ച ചോദ്യം. ഓക്കെ, അതിൻ്റെ ക്വാളിറ്റി ചെക്ക് നിങ്ങൾ നടത്താറുണ്ടോ? നിങ്ങൾ എനിക്കിപ്പോൾ പറഞ്ഞു തന്നത് എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ളത്. എന്താണ് ഇൻഫ്ലുവൻസ് എന്നുള്ളത് എനിക്ക് നിങ്ങൾ പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമില്ല. എനിക്കത് അത്യാവശ്യം നന്നായിട്ട് അറിയാം. ഇനി ഈ കാര്യത്തിന് എനിക്ക് മറുപടി ചെയ്യാൻ താല്പര്യമില്ല. അല്ല, ഞങ്ങൾ അറിയാമോ ചോദ്യം എന്ന് പറയുന്നത് എന്താ, നമ്മളെന്താണെന്നറിയാമോ? ഒരു മിനിറ്റ്, ഇതൊരു സംവാദമോ ഇതോ ഒന്നുമല്ല. ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഒരിക്കലുമല്ല. പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ പറഞ്ഞ അജ്മൽ പറഞ്ഞ കാര്യം തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരുടെ അല്ലല്ല, അങ്ങനെയല്ല, എല്ലാ കൺസെപ്റ്റും അങ്ങനെയല്ല എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ മാധ്യമങ്ങൾ കാണുന്ന സാധനമാണ്. എനിക്ക് പ്രശ്നമില്ല, എല്ലാവരുടെ കൺസെപ്റ്റും അങ്ങനെയാണെന്നുള്ളതല്ല. അതാ പറഞ്ഞ. പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്, അയാളുടെ കൺസെപ്റ്റ് അതാണ്. നിങ്ങൾ പറഞ്ഞ എന്താ, UAE അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഇൻഫ്ലുവൻസർ ആണ് അവൻ, ഇവിടെ നിങ്ങളെക്കാളും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അവൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, ഫോളോവേഴ്സിന്റെ എണ്ണത്തിലല്ല ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അയാൾ ചെയ്യുന്ന വർക്കില് 100% കൊമേഴ്ഷ്യൽ ആയിട്ട് മാത്രം. എവിടെ പോയോ? കൊമേഴ്ഷ്യൽ ആയിട്ട് മാത്രം വൽക്കരിക്കരുത് എന്നാണ്. അപ്പൊ അവൻ പോയി കഴിഞ്ഞു ഇവിടുന്ന്, ഇതും പറഞ്ഞ് പോയി. ഓക്കെ, അല്ല, തീർച്ചയായിട്ടും ഒരു കാര്യം, അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന, അമ്മ ഇപ്പോൾ അവിടെ ഉള്ളവർക്ക് 5000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് കൂട്ടുകയാണ്. ഇപ്പം അമ്മ വീട് എന്ന് പറഞ്ഞ ഒരു വീട് സമ്പ്രദായം എന്നുവെച്ചാൽ ഇവർക്ക് ആരും കാണാനില്ലെങ്കിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി സ്ഥലം വരെ വാങ്ങി കഴിച്ചിരിക്കുന്നു. അത്തരം അങ്ങനെ സംഭവങ്ങളെല്ലാം അമ്മ ചെയ്യുന്നുണ്ട്. മോളി ചേച്ചിയുടെ വാർത്ത ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ആ മോളി ചേച്ചി ആരും നോക്കാനില്ല എന്നൊരു വാർത്ത ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷേ മോളി ചേച്ചിക്ക് ചെയ്യാവുന്ന സഹായം അമ്മ ചെയ്തിട്ടുമുണ്ട്. ഫിറോസ് കുന്നുംപറമ്പിൽ പറഞ്ഞിട്ട് അതിലേക്ക് പണം അയച്ചു കൊടുത്തവരാണ് ഞങ്ങൾ. അപ്പൊ അതും കൂടെ പറയാം. അല്ല, അത് നിങ്ങളുടെ നല്ല മനസ്സ്. കാരണം വെച്ചാൽ അതൊരിക്കലും നമ്മൾ, കാരണം പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരാൾക്ക് മാത്രമല്ല, മനസ്സലിവുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? ഇത് അമ്മ മാത്രം. ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു, അത് വലിയ കാര്യമാണ്. പക്ഷേ ഇത് അമ്മയുടെ മാത്രമെന്നല്ല, എല്ലാം നമുക്കൊക്കെ ഇഷ്ടമാണ് അവരെ. ഇപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അവരിങ്ങനെ ഒരു ദുരവസ്ഥയിലാന്നുള്ള ഞാൻ ഈ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളൊക്കെ സഹായിക്കേണ്ടതാണ്. കാരണം നമുക്ക് അവരെ സിനിമയിലൂടെയൊക്കെ ഒരുപാട് നമ്മുടെ ഇഷ്ടം നേടിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പം നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ നല്ല കാര്യം. അത്രയേ ഉള്ളൂ.
താങ്ക് യു. അലി, ആ. നമ്മുടെ മുനീർ കണ്ടോ അവിടെ? അതെ, അത് ഞാൻ പോവല്ലേ, മുന്നേർക്ക് ഇങ്ങനെ തല പോഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചോദിക്കേണ്ടതെന്ന്. പുള്ളി ഒരു സിനിമ നടൻ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുമാണ്. അതല്ലേ? അജ്മൽ പോയോ? അജ്മൽ വരണം, ഹബീബ് അജ്മലിനെ എത്തിക്കണം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ശത്രുതയുണ്ടോ? ഉണ്ടോ? ധ്യാൻ ബ്രോ, ആ, ഗുഡ് ഈവനിങ്. നമസ്കാരം. നമസ്കാരം. അടിപൊളിയാട്ടോ. യു ആർ എൻ അമേസിങ് ക്യാരക്ടർ. താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ ഫാദറിൻ്റെ സിനിമ, ജ്യേഷ്ഠൻ്റെ സിനിമ, നിങ്ങളുടെ സിനിമ ഒക്കെ എല്ലാവരും കാണുന്ന ആൾക്കാർ. ഓ, എൻ്റെ ഒരു ജ്യേഷ്ഠ സിനിമാ നടനാണ്, ആ ഷുക്കൂർ വക്കീൽ. ആ അറിയാം. ഞങ്ങളിപ്പോ പാലക്കാട് ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചു ഒരുമിച്ച്. ഒരു വക്കീൽ ഒരു പ്രാവശ്യം അഭിനയിച്ചിട്ട് തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു നടക്കണം. അപ്പം ആ. അച്ഛനും ജ്യേഷ്ഠനും സിനിമയിലുണ്ടായിട്ട് പോലും ആ, ആ. അവരൊന്നും എനിക്ക് വേണ്ട, ഞാൻ സ്വന്തമായിട്ടൊരു പാത വെട്ടിത്തെടിക്കുന്ന ഒരാളായിട്ട് ഡിഫറെൻറ്റ് ക്യാരക്ടറായിട്ടാണ്. പിന്നെ ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കാശ് ഉണ്ടാക്കാൻ തന്നെയാണ്. അങ്ങനെയല്ലല്ലോ. അല്ല, എന്തായാലും ആ ടോപ്പിക് അങ്ങനെ ഒരു ഇറ്റ്സ് എ ഫൺ ടോപ്പിക്. അതെ അതെ അതെ. അതിനകത്തൊരു സീരിയസ് എലമെന്റ് ഒന്നും നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. ഇറ്റ്സ് എ ടോട്ടലി ഒരു ഫൺ ആയിട്ടുള്ള ഒരു അല്ല, സംഭവം. പുള്ളി അതിനെ പുള്ളി ഒരാള് വേറിട്ട് നിൽക്കുന്ന പോലെ തെറ്റില്ലല്ലോ. നമുക്ക് അതിനെ പുള്ളി അത് വളരെ ജെന്യൂൻ ആയിട്ട് കാണുന്ന ഒരു. തീർച്ചയായിട്ടും. എന്തായാലും നിങ്ങളുടെ സിനിമകളൊക്കെ ഉഷാറാവട്ടെ, ഓ, ഗംഭീരാവട്ടെ. ഓ. 3 കാര്യങ്ങളാണ് ധ്യാൻ ഇവിടെ നമ്മുടെ മുന്നിലേക്ക് എപ്പോഴും എടുത്തിടുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കുമ്പോൾ അതിനൊന്ന് ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ, ഒന്ന് ഫ്രീഡം. ഒരാളുടെ ഫ്രീഡം എന്താണെന്ന് ലോകത്തിന് മുഴുവനും പഠിപ്പിച്ചു കൊടുത്തൊരു മലയാളിയാണ് ധ്യാൻ. എന്തും ഏതും എങ്ങനെ ചേട്ടാ ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം. വാട്ട് വി ലേൺ ഫ്രം യു. ഇപ്പൊ പുള്ളി ഇൻഫ്ലുവൻസർ എന്താണെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്ന പോലെ ഇപ്പൊ രണ്ടാമത്തെ ഐഡന്റിറ്റിയാണ് ധ്യാന്റെ ഒരു ഐഡന്റിറ്റി. അത് അച്ഛൻ്റെ മകനാണെന്നോ അമ്മയുടെ മകനാണെന്നോ ജ്യേഷ്ഠൻ്റെ അനുജനാണെന്നോ പറയാതെ ധ്യാനായിട്ട് നിൽക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഐഡന്റിറ്റിയാണ്. അതിനിടെ അജ്മലെ, നീ ഇവിടെ നടന്നത് വല്ലതും അറിഞ്ഞോ? നീ പറഞ്ഞൊരു കാര്യം കാരണം ഞാൻ വെള്ളം കുടിച്ചു പോയിരിക്കുക. അജ്മല് കാശുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പൊ ഈ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം പരിപാടി നടത്തുന്നതാണ്. ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളത്. അളിയന്റെ പേരെന്തായിരുന്നു? മുന്തിർ പറഞ്ഞ് പണത്തിന് വേണ്ടി നീ എന്തും. നിങ്ങൾ തമ്മിൽ തല്ല ആവശ്യമുണ്ട്. ഏതായാലും ധ്യാന്റെ വരവ് നന്നായി. അതെ. ആ, എന്തായാലും ഒരുപാട് ആശംസകൾ, താങ്ക് യു. അഭിനന്ദനങ്ങൾ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. അല്ല മുന്തേറെ, എല്ലാം രസകരമായിട്ട് പോകാൻ വേണ്ടിയാണ് കേട്ടോ, അല്ലേ? അല്ല, അജ്മൽ അവിടെ പോയത് ഫോൺ വന്നപ്പോൾ പോയതാണ്. എന്താണ്, മനഃപൂർവ്വം ഒഴിവായി പോയതായിരുന്നോ? എവിടേക്ക്? ഇവിടെ നടന്ന സംഭവമെല്ലാം അറിഞ്ഞോ? എൻ്റെ അടുത്ത് പറഞ്ഞവര് മർജു തിരിച്ചു കയറി വന്നു. അതെ. അപ്പൊ എന്റെ എന്തെങ്കിലും മറുപടി ഉണ്ടോ? മറുപടി അല്ല, അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു കാര്യം മുന്തിർ എന്തായിരുന്നു മുന്തിറിന്റെ? അല്ല, അതിന്റെ എന്താ പറയാ, ഒറ്റ മിനിറ്റ്. മുന്തിർ പറഞ്ഞത് ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് വെറും കാശുണ്ടാക്കാനല്ല. അല്ല, നമ്മുടെ ചർച്ച അതാണ് കേട്ടോ. കാരണം ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ പറയാനുള്ളൊരു അല്ലേ. മുന്തിർ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക്, കാരണം ഇവിടെ നിന്ന് ബാക്കി ഇക്ക പറഞ്ഞത് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും കാശിന് വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ മുന്തിർ ഇവിടെ ഒരു ഇതുണ്ട്, ഒരാൾ മാത്രമാണ് ഇതിൽ മാറി നിൽക്കുന്നത്. മുന്തിർ മാത്രമേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ, അല്ലേ? ആരാ? നിങ്ങളാ? അതാണല്ലോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത്. ആണോ? ആണോ? മുനീർക്ക് എന്ത് ഉദ്ദേശിച്ചാ പറഞ്ഞത്? തല്ലുണ്ടാക്കുന്ന തന്നെയാണോ? എല്ലാ തൊഴിലിനും ഒരു പ്രതിഫലം ആവശ്യമാണ്. അതെ. അല്ലേ? അല്ല, പക്ഷെ ഇക്ക പറഞ്ഞത് പണത്തിന് വേണ്ടി മാത്രമല്ല. ഇൻഫ്ലുവൻസേഴ്സ് ഞാനൊരു ഇൻഫ്ലുവൻസർ ഒന്നല്ല. എന്തിനാ ഇവിടെ വിളിച്ചു വരുത്തുന്നത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറഞ്ഞോടാ എന്നെന്തിനാ വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് തന്നെ നേരത്തെ ധ്യാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ എന്ത് ഇൻഫ്ലുവൻസിങ് ആ ചെയ്യുന്നത് എന്നുള്ളത്. ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും ഇൻഫ്ലുവൻസറും എന്നുള്ളതിനേക്കാളും ഒരു ഇൻഫോർമർ ആയിട്ട് പല ആൾക്കാരും ഇവിടെ മാറുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ആദ്യമായിട്ട് ജനങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നെ എന്റർടൈൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാ തരത്തിലും ആൾക്കാരെ എൻഡ് ഓഫ് ദ ഡേ
രാത്രി ഒന്ന് കിടന്നുറങ്ങണമെങ്കിൽ 1-2 വീഡിയോസ് കണ്ട ഉറക്കം വരുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ എല്ലാ തലത്തിലും ഒരു മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ മുഴുവൻ ഇരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ആ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ പല തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അപ്പം മുന്തിർ പറഞ്ഞത് ഇൻസ്പയറിങ്ങും കൂടെ ആണെന്നുള്ളത്. ഇൻസ്പയറിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് നല്ല ടെൻഷനിലായിരിക്കും വരുന്നത്. ആ സമയത്ത് ഏതെങ്കിലും ഒരാളുടെ നല്ലൊരു വീഡിയോ, പാത്തുവിൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആവും. അത് ചെയ്യുന്നൊരു വളരെ ചെറിയ കണ്ടന്റ് ആയിരിക്കാം, പക്ഷെ അത് കാണുന്നുണ്ടാവുമ്പോൾ നമുക്ക് ഉള്ളിലുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അതിന് നമുക്ക് ഇൻസ്പിറേഷൻ എന്ന് വിളിക്കാം. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഇതേപോലെ തന്നെ ജോബ് സ്ഥലത്ത് നമുക്കൊരു ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും ഒരാള് പറയുന്ന ഒരു സംഭവം, നമുക്ക് ആ ജോലി അത് പോയാലും കുഴപ്പമില്ല, നമുക്ക് ഒരു എന്റർപ്രണർ ഫൈസൽക്കാരുടെ പല വീഡിയോസിലും നമ്മൾ കാണാറുണ്ട്, നമുക്ക് എന്തില്ലെങ്കിലും നമ്മൾ എങ്ങനെ വന്നാലും അവസാനം കുറച്ച് അധ്വാനിച്ചാൽ നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ ജീവിതത്തിലെത്താം, അങ്ങനെ എത്തിയ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇന്റർവ്യൂ പലരും ചെയ്യും. ആ ഇന്റർവ്യൂ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഇൻസ്പയർ ആവും. അത് ഒരു ഇൻഫ്ലുവൻസറുടെ ഒരു മാത്രം കഴിവാണ്. അത് ചിലപ്പോൾ സിനിമക്കാർ പറഞ്ഞാൽ നമ്മൾ സിനിമ മാത്രമായിട്ട് ഇത് കാണുള്ളൂ. ഒരു സിനിമയെക്കാളും ജനങ്ങളുടെ ഇടയിൽ ദൈനംദിനം കണ്ടന്റ് കൊണ്ടുവന്ന് സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന യഥാർത്ഥ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഈ ഇരിക്കുന്നതെല്ലാം. അങ്ങനെ പ്ലേറ്റ് മറിച്ചല്ലേ? അതൊരു അല്ലേ മുന്തിർ, am I right? പക്ഷെ അത് പണത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തെറ്റാണെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു. ഐ അപ്പോളജൈസ് ഫോർ ദാറ്റ്. പക്ഷെ അത് പണം ഇല്ലാതെ വെറുതെ എല്ലാരും ചെയ്യണമെന്ന് ചടിക്കുന്ന കുറെ കച്ചവടക്കാർ ഇവിടെ ഉണ്ട്. അല്ല, അങ്ങനല്ല, അങ്ങനത്തെ ആരോട് പറയാനുള്ളത്, ചെയ്യുന്ന വർക്കിന് ശമ്പളവും കാശും കൃത്യമായിട്ട് കൊടുക്കണം. അതല്ലാതെ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മളെ ചില പ്രൊഡക്റ്റും സർവീസസ് ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരോട് പറയാനുള്ളത്, എല്ലാ ആൾക്കാരും അവരുടെ സമയമാണ് ഇമ്പോർട്ടൻറ്റ്. ബ്രഹ്മയുഗത്തിൽ പറയുന്ന പോലെ നിന്റെ സമയമാണ് പണയം വെക്കുന്നതെന്ന് മമ്മൂട്ടി പറയുന്നുണ്ടല്ലോ, അർജുൻ്റെ. അതേപോലെ സമയമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഇത്രയും നേരം ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ ഇതേ സമയം കൊണ്ട് അവർ 2 ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ എല്ലാ കാശ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വാല്യൂ ഫോർ യുവർ ടൈം, that is important for any influencer. That's all, sir. ഓക്കെ അല്ലേ? മറുപടി കറക്റ്റായി എന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ എങ്കിലും അജ്മൽ പറയണം. അജ്മൽ മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. അജ്മൽ മറുപടി പറയണം ഇതിന്. ആള് വെറുതെ ഒരു തമാശക്കൊരു ചോദിച്ചു, ഞാൻ തമാശക്കൊരു കേട്ടില്ലേ? ഞാൻ കാര്യമായിട്ടാ ചോദിച്ചത് നിന്നോട്. ഞാൻ ശരിക്കും ചോദിച്ചതെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാ ചോദിച്ചതെന്ന് വെച്ചാൽ, ശരിക്കും അങ്ങനെ ഒരു ക്വാളിറ്റി ചെക്ക് നടത്തണ്ടേ നമ്മളൊരു സംഭവം? അങ്ങനല്ല, എന്താ സംഭവിച്ചാൽ ദുബായിൽ ഇപ്പൊ ആള് പറഞ്ഞ പോലെ ഇവിടുത്തെ പ്രൊഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബ്രാൻഡ് ഇറക്കുകയാണെങ്കിൽ തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടാവും. പിന്നെ അത് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും ഒരു സാമാന്യ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കും. അതിന് താഴേക്കുള്ള സംഭവം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ അക്കൗണ്ടും അത് ഇതാവും. അങ്ങനത്തെ രീതിയിൽ പിന്നെ പേയ്മെന്റ് എന്തായാലും നോക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ആരാണ്? ചേട്ടൻ വേറെന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നീ. ഹലോ, ഒരു കാര്യം പറഞ്ഞാല്, എനിക്ക് താങ്കളെയും താങ്കളുടെ ചേട്ടനെയും അച്ഛനെയും വളരെ സ്നേഹത്തിലും ആദരവോടും കാണുന്ന ഒരാളാണ്. ഒരു 2 ദിവസം മുമ്പേ ചേട്ടനുമായിട്ട് ഞാൻ കുറച്ചു നേരം ഞങ്ങളൊരു സ്പോൺസർഡ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, ഷാൻ്റെ. അപ്പൊ എനിക്ക് അദ്ദേഹമായിട്ട് കുറെ നേരം സംസാരിക്കാനും, താങ്കൾ ഈ ഒരു പ്രോഗ്രാമിന് വരുന്നുണ്ടെന്നും അതിന് ഞാൻ സ്പോൺസർ കുറെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. നമ്മളുടെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ ആരാധനയോട് കൂടി കണ്ട ഒരാളാണ് താങ്കളുടെ അച്ഛൻ. ആ ഒരു അച്ഛൻ്റെ മകനായി താങ്കൾ വന്നു. ആ ഒരു നമ്മളുടെ ആ ഒരു ഈ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ആരാധനയോട് കൂടി തന്നെ നോക്കുന്നതാണ്. താങ്കളിൽ നിന്ന്, അതായത് ചേട്ടൻ അനിയൻ എന്ന് പറയുമ്പോൾ രണ്ട് തലത്തിലാണ് വർക്ക് ചെയ്യുന്നെങ്കിലും താങ്കളിലും നമ്മുടെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. സം ആർ ഗോയിങ് ഇൻ നെഗറ്റീവ്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അതോ ഓട്ടോമാറ്റിക്കലി യുവർ ക്യാരക്ടർ ഈസ് ലൈക്ക് ദാറ്റ്? സിനിമയുടെ സക്സസും ഫെയിലിയറും ആണോ ചോദിക്കുന്നത്? ഇൻ ഓൾ ടുഗദർ വി ആർ കമ്പയറിംഗ്. ലൈക്ക് 3 പേര് നമ്മുടെ ആരാധന പുരുഷന്മാരാണ്. അപ്പൊ നമ്മൾ 3 പേരെയും കാണുന്ന 3 ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും ഈഗിൾ ഐസ് പോലെ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നതാണ്. ഒന്ന്, നമുക്കൊരിക്കലും അച്ഛനെ പോലെ എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിൽ അച്ഛൻ എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ആഗ്രഹിക്കാം. കാരണം ഞാൻ എപ്പോഴും കോമ്പീറ്റ് ചെയ്യുന്ന അച്ഛനുമായിട്ടാണ്, ചേട്ടനുമായിട്ട് പോലും ഇല്ല. എനിക്ക് തോന്നുന്നു അച്ഛൻ ആദ്യത്തെ സിനിമ എഴുതുന്നത്
ഞാൻ 10 വർഷമായി സിനിമയിൽ വന്നിട്ട്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വരുന്നത് 2010-11 സമയത്തൊക്കെ. ഞാൻ അഭിനയിച്ചു തുടങ്ങിയത് 2013-ലാണ്. അപ്പോൾ 10 വർഷം എന്ന് പറയുമ്പോൾ 2024 11-ാമത്തെ വർഷം തിരയിലാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്ന് വിചാരിച്ചിട്ട് എന്നുവെച്ചാൽ അഭിനയം എൻ്റെ പ്രധാന താല്പര്യമൊന്നും ആയിരുന്നില്ല. അപ്പോൾ ആക്സിഡൻ്റലി തിര എന്ന് പറഞ്ഞൊരു സിനിമ സംഭവിച്ചു, ചെയ്തു. കുഞ്ഞിരാമായണം 2014 ഞാൻ സിനിമ ചെയ്തിട്ടില്ല. 15-ൽ കുഞ്ഞിരാമായണം ബേസിലിൻ്റെ സിനിമ ആയതുകൊണ്ട്, ബേസിൽ തിരയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയതുകൊണ്ട് ബേസിലിനോടുള്ള സൗഹൃദത്തിൻ്റെ പുറത്താണ് കുഞ്ഞിരാമായണം സംഭവിക്കുന്നത്. അതേ സൗഹൃദത്തിൻ്റെ പുറത്താണ് അടികപ്പ്യാരെ അജു ഞങ്ങളുടെ ആ ഗ്രൂപ്പിനാണ്. അപ്പം ഞാൻ ആ സമയത്ത് തിര ചേട്ടൻ്റെ പടമായിട്ട് ചെയ്തു. ഈ 3 സിനിമയും അത്യാവശ്യം അഭിപ്രായം കിട്ടിയ 3 സിനിമകളും എല്ലാം ഞാൻ ചൂസ് ചെയ്ത സിനിമകളൊന്നുമല്ല. എനിക്ക് വന്ന സിനിമകൾ, എനിക്ക് പരിചയമുള്ള ആൾക്കാരുടെ സിനിമകൾ ഞാൻ ചെയ്തു എന്നല്ലാതെ എനിക്ക് അഭിനയത്തോട് ഒരു ഭ്രമമോ ഇഷ്ടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പണ്ടും ഒരു പാഷൻ ഉണ്ടായിരുന്നില്ല ആക്ടിങ്ങിനോട്. ഞാൻ ടെക്നീഷ്യൻ ആവണം, ഡയറക്ടർ ആവണം എന്ന് വിചാരിച്ചിട്ടാണ് സിനിമയിൽ വരുന്നത്. ഇപ്പോഴും ഞാൻ പാർട്ട് ടൈം ആക്ടിങ്ങും ഫുൾ ടൈം ഡയറക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ കൊറോണ വന്നപ്പോഴേക്കും കുറേ കാലത്തിന് ശേഷം, എനിക്കൊന്ന് 2017 ഞാൻ ബ്രേക്ക് എടുത്തിട്ട് 3 വർഷം ഞാൻ സിനിമയെ ചെയ്തില്ല. കാരണം ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറഞ്ഞ പടം ഡയറക്റ്റ് ചെയ്യാൻ പോയിട്ട് എനിക്ക് ഭയങ്കര ഒരു ഗ്യാപ്പ് വന്നു. അപ്പം ഞാൻ ഇനി അടുത്തൊരു സിനിമ പിന്നെയും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഒരു ഡയറക്ഷൻ പരിപാടിയാണ്, ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് എടുത്ത് നമ്മൾ പിന്നെയും ഒരു വലിയ സിനിമ ചെയ്യണമെങ്കിൽ വലിയൊരു സമയമെടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഒരു മേഖല അവിടെ കിടപ്പുണ്ടല്ലോ, അഭിനയം, എന്നാൽ പിന്നെ കുറച്ച് സിനിമ അഭിനയിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ കൊറോണ സമയത്ത് കുറച്ച് സിനിമകൾ, ഇതാണ് സത്യാവസ്ഥ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് ഞാൻ ബ്ലൈൻഡായിട്ട് എന്നുവെച്ചാൽ എന്നുവെച്ചാൽ നമ്മുടെ പരിചിത വലയത്തിനകത്തുള്ള ആൾക്കാരുടെ സിനിമകൾ കഥ പോലും കേൾക്കാതെ ഞാൻ ഒരുപാട് പടം കമ്മിറ്റ് ചെയ്തു. അതിൽ നല്ലതുണ്ടായിരുന്നു, മോശമുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ബിഗിനേഴ്സിൻ്റെ സിനിമയാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഡയറക്റ്റ് ചെയ്യുന്ന അവരെന്തായാലും അവരുടെ സിനിമ നന്നാക്കുമല്ലോ, കാരണം എന്നാലേ അവർക്കും ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ബ്ലൈൻഡായിട്ട് കുറേ സിനിമകൾ ഞാൻ കമ്മിറ്റ് ചെയ്തു. അതിൽ ഇപ്പോഴും തീരാത്ത കഥകൾ സിനിമകളുണ്ട് കമ്മിറ്റ് ചെയ്തിട്ടും തീരാത്ത. ഞാൻ 35 സിനിമ കമ്മിറ്റ് ചെയ്തു ഏകദേശം. അതിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ചെയ്ത സിനിമ, അതിൽ 1-2 സിനിമകൾ, എനിക്കൊന്ന് ഉടൽ എന്ന് പറഞ്ഞ സിനിമ അത്യാവശ്യം അക്ലമേഷൻ കിട്ടി, ഉടൽ കിട്ടി. നദികളിൽ സുന്ദരി യമന അത്യാവശ്യം തിരക്കേടില്ലാതെ പോയി. ബാക്കി പലതും അപ്സ് ആൻഡ് ഡൗൺസ്, അഗെയിൻ ഫ്ലോപ്സ് ഉണ്ടായിട്ടുണ്ട്, ഇതുണ്ടായിട്ടുണ്ട് മിക്ക പടങ്ങളും. പക്ഷേ അപ്പോഴും നമ്മൾ നോക്കുന്ന ചെറിയ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. അപ്പോൾ കമേഴ്ഷ്യലി ബാങ്കബിൾ ആവുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പ്രൊഡ്യൂസറിന് നഷ്ടം വരാത്ത രീതിയിൽ ഇത് ബിസിനസ്സായി പോകുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അപ്പം മിക്ക സിനിമകളും ഇതിനകത്ത് പലതും സാറ്റലൈറ്റും ബിസിനസ് നടന്നു. അപ്പോൾ എനിക്ക്, കാരണം ഒരു വലിയ സിനിമ ചെയ്തിട്ടൊരു വലിയ നടൻ ലോസ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഡയറക്ടർ അത് 10-20 കോടിയുടെ ലോസായിരിക്കും. ഇന്നും വലിയ സിനിമകൾ, കഴിഞ്ഞ വർഷത്തിറങ്ങിയ വലിയ നടന്മാരുടെ സിനിമകൾ ബിസിനസ് ആവാതെ പോയ സിനിമകളുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, കുഞ്ഞു സിനിമകൾ ചെയ്യാം, അഥവാ ലോസ് വരുവാണെങ്കിൽ തന്നെ ചെറുതല്ലേ വരുള്ളൂ എന്നുള്ള ചിന്ത. പിന്നെ എപ്പോഴും ഒരു പ്രൊഡ്യൂസർ നമ്മളടുത്ത് വരുമ്പോൾ അവർ കഥ ഇഷ്ടപ്പെട്ട് അവരത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മളടുത്ത് ഒരു സിനിമയായിട്ട് വരുന്നത്. അപ്പം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഇത് ചിലപ്പോൾ വർക്കാവില്ല, ഓടില്ല. ഞാൻ പറഞ്ഞ മിക്ക സിനിമകളും ഓടാതെയും പോയിട്ടുണ്ട്. അല്ല, ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, ധ്യാൻ ചെയ്താൽ മതി, നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇത് പ്രൊഡ്യൂസറാണ് പറയുന്നത്, കാശ് മുടക്കുന്ന ആൾ. അപ്പം ഞാൻ ഇവരോട് എപ്പോഴും പറയുന്നത് വെച്ചാൽ, നിങ്ങളാണ് കാശ് മുടക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ പുറത്ത്, സബ്ജക്റ്റിൻ്റെ പുറത്ത് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യുന്നതിന് എന്താ? കാരണം ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇവരെടുത്ത് സിനിമ ചോദിക്കുന്നില്ല, ഇവരിങ്ങോട്ടാണ് വരുന്നത്. എനിക്ക് ആക്ടിങ് എന്ന് പറഞ്ഞൊരു കരിയറിൽ നാളെ ഞാൻ ഫീൽഡ് ഔട്ട് ആയി പോയാൽ എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല, എനിക്കങ്ങനെ ഒരു ടെൻഷനില്ല. കാരണം എനിക്ക് അതിനോട് അമിതമായിട്ടുള്ളൊരു ക്രേസോ, എനിക്കിതിൽ നിന്ന് നിലനിൽക്കണം, ഈ അഭിനയ മേഖലയോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ എന്ന് എനിക്കില്ല. അപ്പോൾ ഞാൻ വളരെ റിലക്റ്റൻ്റ് ആക്ടറാണ് ആ രീതിയിൽ. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഫെയിലിയർ സംഭവിച്ചു, പടങ്ങൾ ഓടാതെ പോയി. എന്നിട്ടും എനിക്ക് സിനിമ വരാൻ തുടങ്ങി. കാരണം അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇതൊക്കെ ഒരാളുടെ സമയമായിരിക്കാം, ഒരു സമയം നന്നാവുമ്പോൾ. കാരണം ഇത്രയും ഫെയിലിയേഴ്സ് ഉണ്ടായതിനു ശേഷമാണ് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. എന്നെ റൊഷാക്ക് കഴിഞ്ഞ് നിസാം ബഷീർ വിളിക്കുന്നു, എന്നെ ഡിജോ ജോസ് ജനഗണമനേൻ്റെ നിവിൻ്റെ കൂടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമക്ക് വിളിക്കുന്നു. വലിയ വലിയ സിനിമകൾ വരാൻ തുടങ്ങി. അപ്പം ഞാൻ ചേട്ടനെടുത്തു. അപ്പം ഒരിക്കലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, മലയാള സിനിമയിൽ മോശം നടന്മാരല്ല, മിക്ക നടന്മാരും നല്ല നടന്മാരാണ്. പക്ഷേ തിര എന്ന ചെയ്ത സമയത്ത് ഞാൻ ഫസ്റ്റ് പടം ചെയ്തപ്പോൾ ഞാൻ നല്ല നടനായിരുന്നു. പക്ഷേ ഞാനൊരു മോശം സിനിമ ചെയ്തപ്പോൾ ഞാൻ മോശം നടനായി. അപ്പം സിനിമ മോശമാകുമ്പോഴാണ് ഇവിടെ നടന്മാർ. കാരണം മോശം സിനിമയിൽ എത്ര നന്നായിട്ട് അഭിനയിച്ചാലും ഒരു കാര്യമില്ല.
അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സിനിമ ഷാറുഖ് ഖാൻ അല്ല വലിയ ഏത് നടൻ അഭിനയിച്ചാലും ഓടൂല, കാരണം കഥ മോശമാണ് കഥ അല്ലെങ്കിൽ ബേസിക്കലി. അപ്പോൾ എന്താണ് എനിക്ക് ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഗുണം എന്ന് വെച്ചാൽ എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ അജ്മൽ പറഞ്ഞ പോലെ എനിക്ക് കാശുണ്ടാക്കാൻ പറ്റി അതുപോലെ. പക്ഷേ അപ്പോഴും പാഷൻ, കമ്മിറ്റ്മെൻറ്റ്, ഐ ആം കമ്മിറ്റഡ് ടു വർക്ക്. എൻ്റെ ജോലിയോട് ഞാൻ ഭയങ്കര കമ്മിറ്റഡ് ആണ്. പക്ഷേ എനിക്ക് പാഷനില്ല അഭിനയത്തോട്, പക്ഷേ എനിക്ക് പാഷനുണ്ട് ഡയറക്ഷനോട്. അതാണ് ഫൈസലിക്ക് എപ്പോഴും പറയുന്നത്, പാഷനോട് എന്ത് ചെയ്താലും നമുക്ക് അതൊരു ടയർഡ്നെസ് തോന്നില്ല. എനിക്ക് തോന്നി ഞാൻ ആ ഒരു പോയിന്റ് എത്തി, ഞാൻ ഭയങ്കര ഞാൻ ടയേർഡായി തുടങ്ങി ഈ ഒരു പ്രോസസ്സ്. കാരണം അഭിനയം എന്നുള്ള പ്രോസസ്സ് ഞാനത് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ, കാരണം അത് ഞാൻ ബാക്കിയുള്ള സിനിമകൾ, നമ്മൾ ചില സിനിമകൾ, ഞാനിപ്പോൾ ഏട്ടൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്തൊരു 1x ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ള സിനിമകൾ നേരത്തെ പറഞ്ഞ പോലെ ഓടും നുറപ്പുള്ള സിനിമക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട് നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ, കാരണം ആ സിനിമയോട് എനിക്കൊരു പേഴ്സണലി എനിക്കൊരു ഇഷ്ടമുണ്ട്. ഒന്ന് ഏട്ടൻ്റെ സിനിമ, ആ കഥയോട് എനിക്ക് ഇഷ്ടമുണ്ട്. ഞാൻ കുറേ കാലത്തിന് ശേഷം കേട്ട എൻ്റെ അടുത്ത് വന്നൊരു അപ്പോൾ അതിനകത്ത് എനിക്ക് പാഷനും ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്തതും, ഞാൻ വളരെ കമ്മിറ്റഡ് ആയിട്ടാണ് ആ സിനിമയെ കണ്ടതും വർക്ക് ചെയ്തതും. അത് ഇതുവരെ ഞാൻ 10 വർഷം ചെയ്ത സിനിമയിൽ നിന്ന് എന്തായാലും ഒരു വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതുകൊണ്ട് ഞാൻ ഇനി മുതൽ നല്ല സിനിമ ചൂസ് ചെയ്ത് ചെയ്യുന്നില്ല. ഞാൻ ഇനി മോശം സിനിമകളൊക്കെ ഇടക്കൊക്കെ ചെയ്തു പോകും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ പേര് എഴുതിയത് നല്ലൊരു പെർഫ്യൂമിന് ഇടാൻ പറ്റിയൊരു പേര്. ഇതിന് എന്തെങ്കിലും മീനിങ് ഉണ്ടോ? ഏതാ? താങ്കളുടെ പേര് അത് ചേട്ടൻ പെർഫ്യൂം ബിസിനസ് ആയിട്ട് തോന്നുന്നതാ. നോക്കി, ആ പേരിന് പ്രത്യേക എന്തെങ്കിലും മീനിങ് ആരെങ്കിലും പറഞ്ഞായിട്ടോ? എന്താ അല്ലേ, എനി മീനിങ്സ് ഫോർ ദാറ്റ് നെയിം? ധ്യാൻ പണ്ടത്തെ ഹോക്കി പ്ലെയർ ആണ് ധ്യാൻ ചന്ദ് എന്ന് പറഞ്ഞിട്ട്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹോക്കി പ്ലെയർ ആയിരുന്നു. വിനീത് കുമാർ എന്ന് പറഞ്ഞൊരു ഹോക്കി പ്ലെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ കോളേജിലെ സമയത്തൊക്കെ ഹോക്കി ഭയങ്കര ഭ്രാന്തായിരുന്നു. അങ്ങനെ ഈ 2 ഹോക്കി പ്ലേയേഴ്സിൻ്റെ പേരാണ് ഞങ്ങൾക്ക് 2 പേർക്ക് കിട്ടത്. താങ്ക് യു. ചോദ്യം മറുപടി കിട്ടി. ചായക്കടക്കാരാ നിന്റെ ചായയിലും മധുരമില്ല. വയനാട്ടിൽ നിന്ന് കണ്ടിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ദൈവമേ, അതെ, അതല്ലേ ആ വയനാട്ടിൽ കണ്ടതാ. കാണാണ്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് പരിപാടിയായിട്ട് വന്നു കണ്ടിട്ട് ഷൈഖാൻ്റെ ഒന്നും ഉമ്മ വെച്ചിട്ട് പോകണ്ട. സന്തോഷം, അടിപൊളി. അല്ല, മനസ്സിലായല്ലോ അല്ലേ? എന്താണ് അനങ്ങായിരിക്കുന്നത്? ധ്യാൻ്റെ അടുത്ത് എന്തോ ചോദിക്കാണെന്ന് പറഞ്ഞു, ചോദ്യം ചോദിച്ചിട്ട് പോകുന്നു പറഞ്ഞു. ധ്യാൻ്റെ അടുത്ത് എന്തോ ചോദിക്കാണെന്ന് ചോദിച്ചു, എങ്കിലും ഒരു ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഇതെങ്ങനെ വയനാട്ടിൽ നിന്ന് ഇവിടെ എത്തി ധ്യാൻ പെട്ടെന്ന്? ഞാൻ ഇവിടെ വരുമ്പോൾ അങ്ങനെയാണ് ചോദിച്ചത്. ഇല്ല, നമ്മുടെ ആ പടം എന്നാ ഇറങ്ങാണത്? ഏതായാലും നന്നായിട്ട് വന്നിട്ടുണ്ട്. കൂടി വയനാട്ടിലൊരു പടം ചെയ്തിരുന്നു. കുറേ നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായ പടങ്ങളാണ്. എല്ലാവരും ആ പടം കാണണം. പടത്തിൻ്റെ റിലീസും പരിപാടികളൊക്കെ ധ്യാൻ ഭായി തന്നെ പറയും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം, വേഗം ഓടി പോകുന്നതാണ് കേട്ടോ. വേഗം പോകണം. കണ്ടൊരു സന്തോഷത്തിൽ പെട്ടെന്ന് പോവാണോ? ഓക്കെ, ഓ സന്തോഷം സന്തോഷം സന്തോഷം. അപ്പൊ നല്ലൊരു കൈയടി കൊടുക്കാം. മൈക്ക് തന്നല്ലോ, എന്തായാലും ഞാനൊരു ചോദ്യം ചോദിക്കാം. അപ്പോ ഈ നിർത്തിക്കൂടെ നിന്റെ ഇളപ്പിളക്കൽ എന്നാണോ? മീൻകാരെന്നല്ല, ഏത് വേഷം കിട്ടിയാലും ഞാൻ പൊളിക്കും. മീൻകാരൻ എന്താ മോശ? പക്ഷെ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോ അമ്മനെ ഇഞ്ഞിന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇത് വരും. ഞാൻ ഈ കോളേജെല്ലാം വിട്ട് പഠിത്തമൊന്നും ഇല്ലാത്ത സമയത്തെല്ലാം ഇവരെല്ലാം കൂട്ടിരുന്നിട്ട് ഹോമമായിരുന്നു, കുടുംബക്കാർ മൊത്തം, ഞാൻ നന്നാവാൻ വേണ്ടിയിട്ട്.